മോർണിംഗ് ന്യൂസിലേക്ക് തിരികെ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് എതിരെ ഇന്ന് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. പ്രധാനമന്ത്രിക്ക് പാർട്ടിയുടെ വനിതാ വിഭാഗം സിന്ദൂരം അയച്ചാണ് പ്രതിഷേധിക്കുന്നത്. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രക്തവും ക്രിക്കറ്റും എങ്ങനെ ഒരുമിച്ച് പോകുന്നുവെന്ന് രാജ്യത്തോട് പറയണമെന്ന് പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം ചെങ്കോട്ടയിൽ, മറുവശത്ത് അതിന് കടകവിരുദ്ധമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുവെന്നാണല്ലോ ഇപ്പോൾ ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വേറിട്ട രീതിയിലുള്ള ഒരു സമര പരിപാടിക്ക് കൂടെ തുടക്കമാവുകയാണല്ലോ. തീർച്ചയായും ചരിത്രത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾക്കെതിരെ പലപ്പോഴും കാര്യമായി രംഗത്ത് വന്നിട്ടുള്ള പാർട്ടിയാണ് ശിവസേന. അതിപ്പോൾ പിളർന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം ആയി മാറി നിൽക്കുമ്പോഴും അവർ അതേ നിലപാട് ആവർത്തിക്കുകയാണ്. മുൻപ് വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ പിച്ച് കുത്തിപ്പൊളിച്ചും ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയത്തിലെ പിച്ച് നശിപ്പിച്ചും ഒക്കെ തന്നെ അവർക്ക് ആ തരത്തിലൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഏഷ്യ കപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കളിക്കുന്നത് അനുവദിക്കാൻ ഒരു തരത്തിലും കഴിയില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് പാർട്ടി. മാത്രമല്ല, ഒരു പ്രതിഷേധ പരിപാടി പ്രത്യക്ഷമായി തന്നെ അവർ പദ്ധതി ഇടുകയും ചെയ്തിട്ടുണ്ട്. എന്റെ സിന്ദൂരം എന്റെ രാജ്യം എന്ന പേരിലാണ് ഒരു പ്രതിഷേധ പരിപാടി വനിതാ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാവുക. അവർ പ്രധാനമന്ത്രിക്ക് സിന്ദൂരം അയച്ചുകൊണ്ടാണ് ആ പ്രതിഷേധ പരിപാടി നടത്തുകയും ചെയ്യുക. ഒപ്പം തന്നെ സിന്ദൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ മുംബൈയിൽ ഒരു റാലി നടത്തുമെന്നും ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ മത്സരത്തിനെതിരെ ശക്തമായ പ്രതിഷേധം മുംബൈയിൽ ഉണ്ടാകും എന്നതാണ് പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തത്. അതേസമയം BJPയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധങ്ങളെ പരിഹാസ രൂപേണയാണ് കാണുന്നത്. നിതേഷ് റാണെ, BJPയുടെ നേതാവ് മന്ത്രിയൊക്കെയായ നിതേഷ് റാണയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ആദിത്യ താക്കറെ, ഉദ്ധവ് താക്കറെയുടെ മകനും നേതാവുമൊക്കെയായ ആദിത്യ താക്കറെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ പോകുമെന്നും ഇപ്പോഴത്തെ പ്രതിഷേധമൊക്കെ അത് വെറുതെയാണ് എന്നും ബുർക്ക ധരിച്ചാകും അദ്ദേഹം മത്സരം കാണാൻ വേണ്ടി ഒളിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപേണയാണ് BJP നേതാവ് ഈ വിഷയത്തെ കണ്ടത്. അതേസമയം അനുരാഗ് ഠാക്കൂർ, BJP MP, അദ്ദേഹം പറഞ്ഞത് ICC ടൂർണമെന്റുകളിൽ അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ കഴിയില്ല, അതിനൊരു നിർബന്ധ ബുദ്ധി ഉണ്ട് അത്തരം കാര്യങ്ങളിൽ എന്നതാണ് ഇതിനൊരു ന്യായമായി BJPയുടെ MP പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് പ്രതിഷേധം, മറുവശത്ത് പ്രതിരോധം എന്ന രീതിയിലാണ് ക്രിക്കറ്റ് മത്സരം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയത്തിൽ തിളച്ചു മറയുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.